Hey guys, എല്ലാവർക്കും മല്ലു കോറിന്റെ yet another new episodeലേക്ക് സ്വാഗതം. So first of all, നമ്മളെല്ലാരെയും ഈദ് മുബാറക്. We wish everyone a happy Eid. കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, ബട്ട് ഈദ് മുബാറക്. നമ്മൾ ഇന്നലെയൊക്കെ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിൽ വി ആർ കമ്മിങ് അപ്പ് വിത്ത് ചാലഞ്ച്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഇറ്റ്സ് കോമൺ. സോ വി ഓൾസോ ട്രൈ ചെയ്യാം എന്നുള്ളത്. ബേസിക്കലി എന്താന്ന് വെച്ചാൽ മല്ലു കോർ വിൽ ബി ഹാവിങ് ദിസ്, ദി കോർ വിൽ ബി ഹാവിങ് ദിസ് ഹെഡ്സെറ്റ്. രണ്ട് ചെവിയിൽ ഇട്ടിട്ടുണ്ടാവും. സോ ആൻഡ് ഐ വിൽ ബി ഗിവിങ് ഹെർ ദി ടഫസ്റ്റ് മലയാളം വേർഡ്സ്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ടഫസ്റ്റ് മലയാളം വേർഡ്സ് കൊടുക്കുന്നതായിരിക്കും. ഇതിലിപ്പം പോയിന്റ് ബൈസ് ആണെങ്കിൽ നമുക്ക് ഡു വി ഹാവ് എ വിന്നർ ആൻഡ് ദി ഫെയിൽ പേഴ്സൺ വിൽ ഹാവ് സം കൈൻഡ് ഓഫ് പണിഷ്മെന്റ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? വേണോ? നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ പണിഷ്മെന്റ് ഒന്നും നോക്കിയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ വീഡിയോ. സോ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വി വിൽ ഹാവ് ദിസ്, മൈ ഫോൺ ഇസ് കണക്റ്റഡ് ടു ദ യൂഫ്ലക്സ് ആൻഡ് നമുക്ക് പണിപാളിയിലോ അവർ എൻജോയ് ആയോ പണിപാളിയിലോ ഇതുണ്ടാവും, ചെവിയിൽ കുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്തെങ്കിലും നമ്മുടെ നോർമൽ ഒരു വേർഡ് പറയും. സിമിലർലി വിൽ ബി ദ കേസ് ബാക്ക് ടു ഹിയർ. ഷീ വിൽ ബി ഹാൻഡിങ് ഓവർ ദാറ്റ് ഹെഡ്സെറ്റ് ടു മീ ആൻഡ് അവള് മലയാളം പറയില്ല. they will not say Malayalam. Okay, so we are not taking it any further. Namak we'll go to the video. Time parnitla. Okay, sorry. Sorry. We think 30 seconds is enough, right? 30 seconds le പറയാൻ പറ്റാവുന്ന വാക്കുകളോ, ചെറിയ വാക്കുകളെ പറയുള്ളൂ, ചെറിയ കഷ്ണങ്ങൾ അത്രേ ഉള്ളൂ. അതേ പറയുള്ളൂ, അത് ഗസ് ചെയ്താൽ മതി. Okay. So വീഡിയോ കാണാം. So we are back. The core is already with a headset. പാട്ട് പാടുന്നുണ്ട്. നമ്മൾ ചെറിയ വാക്കുകളാണ് കൊടുക്കുന്നത്. റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞ കുറച്ച് വാക്കുകൾ, അറിഞ്ഞത് പറഞ്ഞാൽ അത് എൻ്റെ മോളെ ത്രൂ അറിഞ്ഞതാണ്. സോ ഐ എം ഗിവിംഗ് ഹർ ദ വാക്ക്. നമ്പർ 1, the first word. First word, core, first word. Okay. Olakka. Okay, I'm sorry, I did not start the timer yet. Okay, your time starts now. We started at the timer. Olakka. What? You're cheating, huh? This is cheating. How will you come? Mallu corner come. Yeah, but you heard what I told. I want to take a retake. This is ഒലക്ക. നീ കേട്ടത് നിനക്ക് അങ്ങനെ മനസ്സിലായി? ഒലക്ക. No, you heard. വീണ്ടും എടുത്ത് ഐ തിങ്ക് പാട്ട് മാറ്റിക്കോ, കുറച്ചും കൂടി ബീറ്റ്സില് പാട്ടാകുമ്പം, കാരണം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് നിന്റെ വോയിസ് കേൾക്കുന്നുണ്ട്. ബീറ്റ്സുള്ള പാട്ട് മാറ്റി എന്ന് പറഞ്ഞോ? പാട്ട് മാറ്റി, അവര് കേൾക്കുന്നുണ്ട്. പാട്ട് മാറ്റി. ആക്ച്വലി ഞാൻ പാട്ട് മാറ്റി. ഞാൻ പറഞ്ഞ വാക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് ചെവിയിൽ കേട്ട് ദ കോർ ഇസ് റിയലി നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് ഇവിടെ. ഇത് എനിക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. സോ ഐ വോണ്ട് എ റീടേക്ക്. അതുകൊണ്ട് ഞാൻ പാട്ട് മാറ്റി, ഞാൻ വാക്കും മാറ്റും. ഓക്കെ, സോ ഐ എം ഗോയിങ് വിത്ത് ദ നെക്സ്റ്റ് വേർഡ്. എന്നിട്ട് ഞാൻ ടൈമർ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട്. കുറച്ച് ഓക്കെ, കുറച്ച് കഷ്ടമുള്ള വാക്കുകൾ ഞാൻ കൊടുക്കും. സോ ദ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ചിരട്ട. What the hell, man? Yeah, correct. Stop the music. Mallu core, the core has actually got it right. So I think ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള വാക്കുകളാണ് കൊടുക്കുന്നത്.
So I think I'll have to change this. So it is her chance now. I'll be keeping the headset on my head. So we'll go on a basic of 1 to 5. Okay. നമ്മൾ 5 takes ചെയ്യും. അതിൽ ആരാണ് കൂടുതൽ പോയിന്റ്സ് വിൻ ചെയ്യുന്നത് നോക്കാം. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 5. Oh, you want to take first 5 together? Huh? Okay, so that is better. പിന്നെ എടുക്കും മാറ്റും വേണ്ടല്ലോ. എന്നാൽ then we'll do somewhere around 10. 5 is 10 വേണ്ട. Okay, 5. We will finalize at 5. So the car is very smart. Huh? Okay. So here we'll start the music again. Music is starting now, and we are going with the next word for the car, which is ഒരു ചെറിയ സെന്റൻസ് കൊടുക്കാം. ഓക്കെ, Your time start now. പോയിനി പുലി, പുള്ളി. ഇത് ആക്ച്വലി കണ്ണൂർ സ്ലാങ് ആണ്. പോയിനി മോളി. I told you so many times. എത്ര പ്രാവശ്യം പറഞ്ഞു? ഞാൻ ഏകദേശം 5 പ്രാവശ്യം പറഞ്ഞു. പോയിനി. What? പോയിനി. പോയി. Time is over. You actually said it, but കണ്ണൂർ സ്ലാങ്ങിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് പോയിനി. പോയിനി. നമ്മള് പൈനൂക്കാരൊക്കെ അങ്ങനെയാണ്. പോയിനി, വന്നിനി, ഇതൊക്കെയാണ്. ഓക്കെ, സാരല്ല. സോ ഇറ്റ്സ് 5ല് 1 കിട്ടി. ഓക്കെ. So the next word is I did not say the word yet. I know. Okay, I got it. Then your time starts now. Okay. കോഴിക്കുഞ്ഞ്. Ay, wow. You're coming inside my mouth. ഇങ്ങനെയാ കോഴിക്കുഞ്ഞെന്ന് പറയുമ്പോ വായിൻ്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞെന്ന് പറയും. Okay, it's 2 and 3. 3-ല് 2 പറഞ്ഞു. ഈശ്വര, ഇതില് പെട്ടെന്നൊരു ആവശ്യത്തിന് നോക്കുമ്പോൾ മലയാളം വാക്കുകളൊന്നും കിട്ടുന്നില്ലല്ലോ ഭഗവാന്. ഓക്കെ, പേര് പറയാൻ പാടില്ല അല്ലേ? പേര് പറയാം. ഓക്കെ, പേര് പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഊഹിക്കാത്ത പേരായിരിക്കും ചിലപ്പം. ഡിഡ് യു ടേക്ക് ദി ഹെഡ്സെറ്റ് ഔട്ട്? ചെവിന്ന് പുറത്തെടുത്തു? ഇല്ലല്ലേ? ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, തിരുവനന്തപുരം. അങ്ങോട്ട് നോക്കി വിടട്ടെ. തിരുവനന്തപുരം. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കൂല. ഈ സംഭവം എന്താ വെച്ചാല്, ഈ പാട്ടിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നുണ്ട്. ആ ബ്രേക്കിന്റെ ഇടയ്ക്ക് തിരുവനന്തപുരം എന്ന് പറയുന്നത് കേൾക്കൂല. ഐ നീഡ് സംതിങ് ബെറ്റർ. യു ആർ ചീറ്റിംഗ് ഓൾ ദിസ് ടൈം. നിനക്ക് ആ വാക്കിന്റെ ഇടയ്ക്ക് കൂടെ നിനക്ക് ഒക്കെ കേൾക്കാമായിരുന്നു. When there is a break, you are still, oh my god, ഇത് കണ്ടുപിടിച്ചതുണ്ടോ? This is absolute cheating. സമ്മതിക്കൂല മോളെ, സമ്മതിക്കൂല. ആ പാട്ടിന്റെ ഇടയ്ക്ക് വാട്ട് ഇസ് ദിസ്? ഇത് പറ്റൂല നമുക്ക്. ആക്ച്വലി ഐ ആം ചേഞ്ചിങ് സോങ്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്ന വെച്ചാല്, ഷീ ഈസ് കംപ്ലീറ്റ്ലി ആ ഒരു നമ്മളൊരു പാട്ട് നടക്കിങ്ങനെ പെട്ടെന്നൊരു ബ്രേക്ക് വരും. ആ ബ്രേക്കിനുള്ളിൽ ഐ ആം 100% ഷുവർ നിനക്ക് ഒരിക്കലും തിരുവനന്തപുരം ഗസ് ചെയ്യാൻ പറ്റില്ല. തിരുവനന്തപുരം നിനക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. No. We are going on a retake. This is third chance of retake. Okay, no problem. ഇതിന് മ്യൂസിക്കും കൂടുതൽ ഇരുന്നുണ്ട്. That is, we are starting the game all over again. Okay, we are starting the game all over again. You are a cheater. സമ്മതിക്കൂല. ആ പറഞ്ഞ 3 പോയിന്റ്സും എനിക്ക് ഒത്തുകൊടുക്കാൻ പറ്റില്ല. ഇതിൽ ചതി നടന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ശക്തമായി എതിർക്കുന്നു. I need a regame. What is this? When somebody is winning, you don't want to
വാട്ട് യു മീൻ ബൈ അക്സെപ്റ്റഡ്? ഇതിൽ ചതിയായിരുന്നു. ഇത് ചതി നിനക്ക്. ഓ യാ, നമ്മൾ ഇത് റീടേക്ക് ചെയ്യുന്നു. ഇനി ഞാൻ സമ്മതിക്കൂല. ആ ഓരോ ബ്രേക്കില് ആള് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കിരുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ മെല്ലെ പറയുള്ളൂ. ഐ വിൽ വിസ്പർ. ഓക്കെ, ആക്ച്വലി ഐ തിങ്ക് നമ്മളിത് ചെയ്യുന്നത് റോങ് ആണ്. വി ഷുഡ് ഡു എ വിസ്പർ ചാലഞ്ച്, റൈറ്റ്? ഐ ഷുഡ് നോട്ട് സേ utter my words. Then how will audience understand what's the word? Then how was it whisper challenge? Okay, ഞാൻ ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടി ഒരിക്കൽ പറയും. Then I will അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിന്നോട് whisper ചെയ്യും. Okay. Okay. We will start this again. ഇത് ആൾക്കാരൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? What is happening, man? So പാട്ട് ഓക്കെ, നമുക്ക് എന്തും പറയുന്നതാണ്. അപ്പോൾ ഐ എം റീസെറ്റിംഗ് ദ ടൈമർ ഹിയർ. വി ആർ സ്റ്റാർട്ടിംഗ് ദിസ് ഓൾ അഗെയിൻ. സോ യു ആർ നോട്ട് സപ്പോസ് ഗോ ബാക്ക്. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്ന വാക്ക് ചതി, വഞ്ചന, ക്രൂരത. ഇതൊക്കെയാണ് ഇവിടെ. കളി ജയിക്കാൻ വേണ്ടി എനിത്തിങ്. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന വാക്ക് തറവാട്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തൽവാർ. തല്ലിക്കൊല്ലേ? തൽ കറക്റ്റാ? അല്ല, തൽവാർ. തൽവാർ. ടൈംസ് അപ്പ്. 34 സെക്കൻഡായി. ടൈം ഇസ് അപ്പ്. തറവാട്. ഓക്കെ, കണ്ട ഏതാ കളി നോക്ക്. ഇതാണ് ഇവിടുത്തെ കളികൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ആർ റീസെറ്റിംഗ് ദ ടൈമർ. നമ്മൾ ടൈമർ റീസെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ, ഇത് ഈസി ഗസ്സാണ്. നമുക്ക് ശ്രമിച്ചു നോക്കാം. അമ്പലം. Your time starts now. അമ്പലം. Wow! Correct. It was an easy guess. ഞാൻ പറഞ്ഞ പോലെ it was an easy guess. So വി ആർ റീസെറ്റിംഗ് ദ ടൈമർ ഹിയർ. ഇത് പറ്റൂല. ഈശ്വര, എന്താ പറയാ? ഓക്കെ, ഇത് പറയാൻ നോക്കാം. ഒരു വേണമെങ്കിൽ പേര് പറഞ്ഞു നോക്ക്. ഓക്കെ, ഹൗ കം ദ സോങ് സ്റ്റോപ്പ്? ഓക്കെ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഈശ്വര, എന്താ ഞാൻ പറയപ്പോൾ? ഞാൻ എഴുതി വെച്ചിട്ടുമില്ല. അപ്പം ഈ പാട്ടിൽ ഇടക്കിടക്ക് ബ്രേക്ക് വരുന്നുണ്ട്. പാട്ട് പാടുന്നുണ്ട്. ഓക്കെ, ആളുടെ വീടിനടുത്തുള്ള സ്ഥലമാണ്. ആള് ആ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ പറയാൻ പോകുന്നത് പാളയം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പാളയം. ഫുള്ള് പറ. കറക്റ്റാ, പാളയം. ഐ ഡോണ്ട് നോ ഹൗ ഷി ഗെസ്ഡ് ഇറ്റ്, ബട്ട് പാളയം ഇസ് കറക്റ്റ്. എനിക്കിപ്പോഴും സംശയമുണ്ട്. ആ പാട്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ബ്രേക്കിൽ ആള് വീണ്ടും ചെവി വെച്ച് കേൾക്കുന്നുണ്ട്. ഹൗ ഇസ് ദിസ് ഈവൻ പോസിബിൾ? എങ്ങനെ പറയാൻ പറ്റും? ഹൗ കം? എന്റെ സ്ഥലം എന്റെ വീടിന്റെ അടുത്ത്. നീ അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു. ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞു. ഇത് സമ്മതിക്കാൻ പറ്റില്ല. ഇവിടെ കള്ളക്കളി നടക്കുന്നുണ്ട്. കള്ളക്കളി. Oh my God. സ്ഥലങ്ങളുടെ പേരൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ചെവിനുള്ള കുത്ത്. അപ്പൊ അടുത്തൊരു വാക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈശ്വര എന്ത് പറയാ ഇനി? ഞാൻ പറയാൻ നോക്കാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം മുട്ടക്കറി. ഓക്കെ, അപ്പം മുട്ടക്കറി. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ.
അപ്പം പോയി. അപ്പൊ പോയി. മെല്ലെ മെല്ലെ പറ. അങ്ങനെയൊന്നുമില്ല. അപ്പം ഫസ്റ്റ് അപ്പമാണോ? ഫസ്റ്റ് അപ്പമാണോ? Say the word. അപ്പം പോയി. ടൈം ഔട്ട്. അപ്പം വരെ എത്തി. യുവർ ടൈം ഇസ് ഔട്ട്. അപ്പം വരെ എത്തി. ബസ് അപ്പം മുട്ടക്കറി. അതാണ് ഞാൻ പറഞ്ഞത്. So 4-2. Okay. Okay. Last one. And last one is okay. ലാസ്റ്റ് വണ്ണില് ഞാൻ പറയാൻ പോകുന്നത് കുത്തി. ലാസ്റ്റ് വണ്ണിൽ ഞാൻ പറയാൻ പോകുന്നത് നോക്കാം, ഇത് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. താഴെ ചൊവ്വ. അറ്റ്ലീസ്റ്റ് ട്രൈ. നോ, താഴെ ചൊവ്വ. ഇത് അങ്ങനെ പുറത്തു വന്നുകൊണ്ട് കാര്യമില്ല. പറയേ. താഴെ ചൊവ്വ. തള്ളു വണ്ടിയാണ്. തള്ളു. ടൈം ഇസ് ഔട്ട്. അപ്പല്ല, താഴെ ചൊവ്വ. ഞാൻ അത് വീഡിയോയില് കറക്റ്റ് ആയിട്ടുണ്ട്. താഴെ ചൊവ്വ എന്ന് ഞാൻ പറഞ്ഞു. താഴെ ചൊവ്വ. നമുക്ക് കണ്ണുകാർ എങ്ങനെ പറയാം? താഴെ ചൊവ്വ. ഓക്കെ, താഴെ ചൊവ്വ. ശരിയാക്കി തരാം. എനിക്കിതിൽ വലിയ പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും. അപ്പൊ മൈ ഫൈനൽ സ്കോർ ഇസ് 3-2. 5-ല് 2. 2 പറഞ്ഞിട്ടോ. 3 പറഞ്ഞിട്ടില്ലേ? ഇവിടെ വെറും കള്ളക്കളികളാണ്. നിങ്ങൾ ആരും ഇതിൽ ഏതാവരുത്, പ്രകോപിതരാവരുത്. സോ ഇനി എൻ്റെ ടേൺ ആണ്. ഐ എം ഫിക്സിങ് ദിസ്. ഐ വിൽ ബി പ്ലേയിങ് ദ മ്യൂസിക്. ഒരു തേങ്ങയും കേൾക്കാൻ പറ്റൂല. ഓക്കെ, ഇനിയത് ഞാൻ ഹാൻഡ് ഓവർ ടേക്ക് ഓവർ ചെയ്യൂ. അപ്പൊ ഗൈസ്, ഇനി ഇല്ല പണി അങ്ങോട്ട്. അപ്പോ വീട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കളി പഞ്ചാരോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതന്നെ ഞാനും ടൈമർ സ്റ്റാർട്ട് ആവേണ്ടത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഓക്കെ, വാട്ട് വർ യു ടെല്ലിങ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എന്നോട് വെച്ചാൽ ഞാൻ അങ്ങനെ പറയും. ലൈവ് പാട്ടാ. അപ്പം നമുക്ക് ഫസ്റ്റ് വേർഡ് കൊടുക്കാം. പഞ്ചാബിയിൽ നമ്മളെല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സത് ശ്രീ അകാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് വേർഡ് നമുക്കത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വേർഡ് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ് സത് ശ്രീ സത് ശ്രീ അകാൽ. ഇതൊക്കെ കഷ്ടാൻ പറ്റും. സോറി, ഇതൊക്കെ കഷ്ടാൻ പറ്റും. ഇതല്ലേ കേട്ടോ മല്ലൂക്കാറ്. ഓപ്ഷൻ ഫോർ മീ ഐ ഗസ്. ഞാനത് ഭയങ്കര ഈസി ആയിട്ട് കൊടുത്തു. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് നമുക്ക് കവറിന്റെ അത്ര കള്ളക്കളി ഞാൻ കളിക്കാറില്ല. കള്ളക്കളി പാട്ടിന്റെ ഇടക്ക് നിൽക്കുമ്പോ മൈ ഗോഡ്. ഓക്കെ, അപ്പം അടുത്തത് ചെവിയില് വെച്ചാ. ഓക്കെ, അടുത്തതല്ലേ? നീ ജയിക്കാൻ വേണ്ടി എന്ത് കളി കളിക്കുന്ന എനിക്കറിയാം. ഇനി നമുക്ക് പഞ്ചാബിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ്. സെക്കൻഡ് വേർഡ് മലയാളമാണോ? അല്ല, ഹിന്ദി. ഞാൻ നിന്റെ അടുത്ത് മലയാളം പറഞ്ഞുള്ളൂ. നീ എന്റെ അടുത്ത് എന്താ പറയുന്നത് എനിക്കറിയണം. ഹിന്ദി. സോ ടൈം starts now.
Eh? Eh? What? Chandigarh. Right? Yeah. Right? Yeah. I was having that bad feeling, you know. അവിടെ ആദ്യം പറഞ്ഞപ്പോ ഇവളെന്താ ഈ വൃത്തിട്ട വാക്കുകളൊക്കെ പറയുന്നത്. I'm so sorry. You know, it was ugly. എനിക്ക് ഫസ്റ്റ് അത് മാത്രം മനസ്സിലായി, എന്താണോ ഇതിന്റെ പേരിൽ എന്ന് മനസ്സിലായത്. ബട്ട് ഓക്കെ, നൗ ഈക്വൽസ്. ഇനി നോക്കൂല എന്നുള്ള വാക്കുണ്ട്. ഐ എം ഓക്കെ. ഹൈ ഫൈ. ഇനി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ളതാ കൊടുക്കുന്ന. ആൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, തേർഡ് വൺ. പേരാണോ? ആരുടെ പഞ്ചാബി പേര് പറയാ നീ എൻ്റെ അടുത്ത്? പഞ്ചാബി പേര് പറയാ? പേരാണ്. മലയാളം പേരോ? ഹിന്ദി പേരോ? പേരാണോ? ആ. സ്ഥലത്തിന്റെ ആണോ? അങ്ങനൊന്നും പറയാനില്ല. ഞാൻ എന്താ? ദിൽജിത് ദോഷൻ. ടൈം ഔട്ടായി. Oh, yeah. എന്താ പറഞ്ഞ? Hrithik Roshan. ഋത്തിക് റോഷൻ. ഞാൻ ഡബിൾ ഋത്തിക് റോഷൻ. നമുക്ക് ഈ ലിപ്സിങ് ചെയ്യാൻ പറ്റും. ലിപ്സിങ് നോക്കിയിട്ട് ചിലപ്പം കൂടെ ഡൺ. ബട്ട് ഋത്വിക് റോഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ലിപ്സിനെ കൊണ്ട് മനസ്സിലാവും. ഓക്കെ നമ്മൾ ഞാൻ പറഞ്ഞത് കളി ജയിക്കാൻ വേണ്ടി ഇവിടെ പല കളികളും നടത്തും. ഓക്കെ, കള്ളക്കളി രാശാട്ടിയാണ്. കള്ളക്കളി രാശാട്ടി. പിന്നെ എന്തും പറയാലോ. ഓക്കെ, അപ്പം 2-2. 3 ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞാൽ ഇനി 2 അല്ലേ എന്താ കൊടുക്കാം. ഇത് ഞാൻ കൊടുത്ത നല്ല ടഫാവും. ഒരു ടഫ് തന്നില്ലല്ലേ. ജിയാനു നമ്മളെ പഞ്ചാബിയിൽ പറയാറുണ്ട്. ഇറ്റ്സ് അഗൈൻ എ കൈൻഡ് ഓഫ് എ ഗ്രീറ്റിംഗ് ഓൺലി. അപ്പം അത് പറഞ്ഞു. ഐ ലവ് യു. അതെനിക്കിത് പറയില്ല അല്ലേ? What? इसका क्या करूं? I love you, Janu. Our time is up. What is that? Jiayanu. Jiayanu. It's kind of a greeting again in Punjabi. ഇതൊക്കെ അറിയൊന്നുമില്ല. നമ്മുടെ പഞ്ചാബി ലാംഗ്വേജ് ഇത് കള്ളക്കളിയാണ്. പഞ്ചാബി ലാംഗ്വേജ് ഹിന്ദി പറയാം. ശസ്ത്രകാലൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മലയാളം നിനക്ക് അറിയാത്ത വാക്കുകളൊന്നല്ല പറഞ്ഞു. ഇവിടെ ജിയായി ആനു കള്ളക്കളി കളി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ മൊത്തം കളിക്കും. ജിയായി ആനു മനസ്സിലാവുന്ന ആർക്കൊക്കെ മനസ്സിലാവോ? മലയാളമായിട്ടുള്ള ഞാൻ എങ്ങനെ മനസ്സിലാക്കും? പാട്ട് ഒരു മിനിറ്റ്. പിന്നെ ജിയായി ആനു ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. വല്ല ചൈനീസ് എന്ന് പറയുന്നതൊക്കെയുണ്ട്. ഈ പോയിന്റ് എനിക്കാണ്. നിങ്ങൾ തോറ്റു. ഹലോ, ഇത് സമ്മതിക്കാൻ പറ്റില്ല. ജിയായാണെന്നോ വേണ്ടേ? ഓക്കെ, നമുക്കത് ക്യാൻസൽ ആക്കാം. ക്യാൻസൽ ആക്കാതൊക്കെ എന്തോ ഔദാര്യം ചെയ്യുന്നതൊക്കെ ഉണ്ട്. ദിസ് ഇസ് നോൺസെൻസ്. ഞാൻ ഇതൊക്കെ ജാനു പാവത്തിന് എന്നോട് ഇത്ര സ്നേഹം കൂടുതൽ. ഐ ലവ് യു ജാനു പറഞ്ഞു നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്താ കൊടുക്കുക?
കേക്കുണ്ടോ? കേക്കുണ്ടോ? അപ്പൊ ഇനി നമുക്കൊരു സ്ഥലത്തിന്റെ പേര് കൊടുക്കാം. ഉല്ലുമനാലി പറയും തോന്നുന്നു. എന്നാലും നോക്കാം. ഇല്ലുമിനാറ്റി, കുളുമണാളി, ഈസിയായിരുന്നു. See, I gave very easy. അപ്പൊ ഇനി വേണോ? ലാസ്റ്റ് കഴിഞ്ഞില്ലേ? ഫിനിഷായി. വേണ്ട. അപ്പൊ അങ്ങനെയാണ് ഞാൻ ജയിച്ചു. നമ്മളിവിടെ കള്ളക്കളിയൊന്നും കളിച്ചില്ല. അല്ലാണ്ട് എന്തായിരുന്നു മറ്റേന്താ പേര് പഞ്ചാബിൽ എന്തായിരുന്നു? ആ ജിയ യാനു, പിന്നെ കോശിമാത, ടോമിച്ചുക്കോ അങ്ങനെയൊക്കെ പറയുന്ന ചൈനീസ് ലാംഗ്വേജസ് ഉണ്ടോ? വേറെ പറ്റിപ്പേര് പരിപാടിയാണ്. ഞാൻ വെറുതെ കൊടുത്തതാ. ഈസി അതിലൊന്ന്. ചണ്ഡീഗഡ് ആർക്കറിയത്തെ സശ്രീകാൽ. വെരി വെരി ഈസി ഫോർ ഹിം. സോറി, പാട്ട് പാടുന്നുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാ പ്രേക്ഷകരോടും ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ വാക്കുകളിൽ സിമ്പിളായിട്ട് ആരെങ്കിലും ഒരു വിസ്പർ ചാലഞ്ച് കൊടുക്കും. അതുപോലും കിട്ടുകയില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾ വിചാരിക്കേണ്ട ഇവൻ എന്ത് ഇങ്ങനെ ഈസി ആയിട്ടുള്ള വാക്കുകൾ കൊടുക്കുന്നതെന്ന്. അത് കിട്ടില്ല. പാട്ട് വർക്കാം. ഇനിയിപ്പോ എന്താണെന്നറിയോ, ഇന്ന് രാത്രി മുതൽ നോട്ട് പാഡിൽ എഴുതി വെക്കും ഈ വാക്ക് അവന് കിട്ടുമോ കിട്ടില്ല. ഒരു നല്ല രീതിയിൽ റിസർച്ച് നടത്തുന്നിട്ട് എന്നോട് പറയും കമോൺ ലെറ്റ്സ് ചാലഞ്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിജേതാവ് ഞാനാണ്. ഈ ചാലഞ്ച് കൊണ്ടുവന്നത് ദ കോർ ആണെങ്കിലും ഐ ആം ദ വിന്നർ. എനിക്ക് ഗിഫ്റ്റ് ഉണ്ടോ എന്നറിയില്ല, പക്ഷെ പണിഷ്മെന്റ് ഞാൻ കോറിന് പറഞ്ഞില്ല. അത് ഗിഫ്റ്റ് ഇല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നൊരു ഞാൻ ഫസ്റ്റ് ചലഞ്ച് അല്ല. സോ ഇനി അടുത്ത നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ കോർ ഭയങ്കര ഗംഭീരമായിട്ട് വാക്കുകളൊക്കെ എഴുതി അടുത്ത ചാലഞ്ചുമായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. നമുക്ക് കാണാം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ് വാസ് ഫൺ. നമുക്ക് ആക്ച്വലി അത് ഇഷ്ടമായി. നമ്മളിത് ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ് ഫണ്ണാണ്. എല്ലാവരും വീട്ടിലൊന്നും ഇരുന്ന് ചെയ്തു നോക്കണം. ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിൻ്റെ കൂടെ ഒക്കെ ചെയ്തു നോക്കണം. ഇറ്റ് വിൽ ബി ആക്ച്വൽ ഫൺ ഫോർ യു. ഒരു ടൈം കില്ലറാണ് ആക്ച്വലി. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇതേപോലത്തെ ഇന്നും നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നും നമ്മൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമുക്കൊരു തംസ് അപ്പ്, ഒരു ലൈക്ക്. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വെടിവെക്കുന്നതിന് മുന്നേ തോക്കിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കുക. ഇതാണ് തോക്കിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കുന്ന ഒരു ഞാൻ പറയാ. പ്ലീസ് ലൈക്ക്, subscribe and share and press the bell icon. Ting ting. Bell icon press ചെയ്തെന്തോ അപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും. Notification. The core is very much into the next video challenge. നമ്മൾ അതിലും ജയിച്ച് കാട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും നിങ്ങളെ എന്റർടൈൻ ചെയ്തു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, the Mallu Core signing off.